സെപ്റ്റംബർ 1 മുതൽ CPM-ൻ്റെ സമ്മേളന കാലത്തിന് തുടക്കമാവുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നു, ഈ ഏരിയ സമ്മേളനങ്ങൾ, പിന്നെ ജില്ലാ സമ്മേളനങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായ ഒരു സന്ദേശം നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. ഞാൻ കർക്കശക്കാരനായ സെക്രട്ടറിയാണ്, എല്ലാവർക്കും എതിരെ നല്ല നടപടികളൊക്കെ എടുക്കും. ഇപ്പം ശശി എന്ന് പറയുന്ന KTDCയുടെ ചെയർമാനെതിരെ നടപടി, കായംകുളത്ത് വന്നേച്ച് പറയുന്നു ഇവിടുത്തെ CPM-ൻ്റെ പ്രവർത്തനം തീരെ ശരിയില്ല, നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കുന്നു. അങ്ങനെ ആലപ്പുഴയിൽ, കുട്ടനാട്ടിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പോൾ ജയരാജനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഈ പറയുന്ന MV ഗോവിന്ദൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്ന് കരുതാം. മാത്രമല്ല, ഒരു കാലത്ത് നമ്മൾ കരുതിയത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് EP ജയരാജൻ വരുമെന്നാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്പർദ്ധയാണോ ഇപ്പോൾ EP ജയരാജന് പദവി നഷ്ടപ്പെടാൻ കാരണം? അല്ല, സമ്മേളന കാലത്ത് അതിൻ്റെ മാർഗ്രേഖ എന്ന നിലക്ക് CPM പുറത്തിറക്കിയ ഒരു കമ്മ്യൂണിക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമ്മേളന കാലത്ത് ഒരു കാരണവശാലും വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് സമ്മേളനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാനേ പാർട്ടി കഴിയുള്ളൂ. കാരണം മുൻകാലങ്ങളിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനം മുതൽ പല ആളുകളെയും വെട്ടിനിരത്തും. ഈ വെട്ടിനിരത്തലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആദർശാത്മകമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പകരം വ്യക്തിവിരോധം തന്നെയാണ്. ഒരുത്തിനെ തീർക്കുക എന്ന് തീരുമാനിക്കുകയും അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അവനെതിരെ മർമറിംഗ് ക്യാമ്പയിൻ കൊണ്ടുവരികയും അങ്ങനെ ബ്രാഞ്ച് മുതൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ പലപ്പോഴും പല വ്യക്തികളുടെയും തലകൾ തെറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അനുഭവ വെളിച്ചത്തിലാകണം പാർട്ടി അങ്ങനെ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനായിട്ടുള്ള കാരണം. പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ ഒരു നിറം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതായത് CPM-ൻ്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി ആര് എന്ന് ചോദ്യം ഉയർന്നു വന്ന സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് EP ജയരാജനാണ് എന്ന്. EP ജയരാജനും അങ്ങനെ കരുതിയിരുന്നു. എന്നാൽ EP ജയരാജന് പകരമായിട്ട് ആ സ്ഥാനത്തേക്ക് കയറി വന്നത് ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ അന്ന് മുതലേ EP-യും ഗോവിന്ദൻ മാസ്റ്ററും തമ്മിലുള്ള അല്ലെങ്കിൽ സഖാവ് ഗോവിന്ദനും തമ്മിലുള്ള ആയിട്ടുള്ള ഗുസ്തി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. പല ഘട്ടങ്ങളിൽ അത് അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. വലിയൊരു ജാഥ നടക്കുന്ന സമയത്ത് EP അതിൽ പങ്കെടുത്തില്ല. EP അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയി. പിന്നീട് വലിയ വിവാദങ്ങളുണ്ടായ സമയത്ത് ഇടയ്ക്ക് വെച്ച് ജാഥയിൽ ചെന്ന് സംസാരിച്ചു, അത്രയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കുകയായിരുന്നു. ജാഥ നടക്കുന്ന സമയത്താണ് ഏറ്റവും ഒരു സംഭവം നടക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തു. അതിനെതിരെ വിവാദങ്ങളുണ്ടായി. പിന്നെ ജാഥയിൽ പങ്കെടുത്തു. ഈ സമയത്തൊക്കെ ഈ പടലപ്പിണക്കം ഇങ്ങനെ ശക്തമായിട്ട് രൂക്ഷമായിട്ട് വളർന്ന് വികസിക്കുകയാണ് ചെയ്തത്. പക്ഷേ EP-ക്കെതിരെ നടപടിയെടുക്കാനായിട്ട് പാർട്ടിക്കൊന്ന് കഴിയുമായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ EP-യെ സംരക്ഷിക്കാനായിട്ട് പിണറായി വിജയൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു സംരക്ഷണ കവചമുണ്ടായിരുന്നു എന്ന ഒരു കണക്കൂട്ടിലാണ് പൊതുവെ ആളുകൾക്ക് ഇടയിൽ ഉള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാം, ഗോവിന്ദനും അതേപോലെ തന്നെ EP-യും തമ്മിൽ ശത്രുതയാണ്. ഈ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടന്ന സമയത്ത് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിട്ടുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ചയ്ക്ക് വരികയുണ്ടായി. അന്ന് EP അതിശക്തമായിട്ട് ഗോവിന്ദൻ്റെ മകനെതിരെ സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ മകനെതിരെ അതിശക്തമായിട്ട് സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായിട്ട് സംസാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമാ വിവാദങ്ങളുടെ ഭാഗമായിട്ട് വന്ന കുഴപ്പങ്ങളിലൊക്കെ ഈ മകനുണ്ട് എന്ന നിലക്ക് ഉള്ള സംഭാഷണമാണ് അവിടെ നടന്നിരിക്കുക. എന്തായാലും രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിരൂക്ഷമായിട്ടുള്ള ആ സംഭാഷണമാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിലെത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് രണ്ടുപേർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ EP എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കൺവീനർ ഇപ്പോൾ പുറത്തു പോകുന്നത്. അദ്ദേഹത്തിനെതിരെ നേരത്തെ BJP-യുമായിട്ട് കച്ചവടം അതിലേർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദങ്ങളുണ്ടായിരുന്നതാണ്. പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ കാണുന്നു. പ്രകാശ് ജാവദേക്കറും അതേപോലെ തന്നെ EP-യുമൊക്കെ അവർ തമ്മിൽ കണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ എന്തിനു വേണ്ടി, എങ്ങനെ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ വളരെ മോശമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടെങ്കിൽ മാത്രമാണ് പുറത്താക്കാനായിട്ട് കഴിയുള്ളൂ. അതെന്താണ് എന്ന് വെളിപ്പെടുത്താനായിട്ട് അതിൻ്റെ പേരിലാണ് നടപടിയെടുക്കുന്നത് ഈ പാർട്ടി ഇപ്പം നിർബന്ധിതമാകുകയും ചെയ്യും.
ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ മകൻ, ആ അല്ലെങ്കിൽ മകനെയൊക്കെ സംരക്ഷിക്കാൻ, മകന് ആരെയാണോ അസിസ്റ്റ് ചെയ്യുന്നത് അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷത്തോളം പൂഴ്ത്തിവെച്ചത്. ഇത് അടക്കം പറച്ചിലൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു വലിയ ചർച്ചയായി മാറിയിട്ടില്ല. പകരം ഇവിടെ ഇ.പി. ജയരാജനെതിരെ മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തുറന്നടിച്ചു. അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി, ബി.ജെ.പിയുമായി ബാന്ധവമുണ്ടാക്കി, അതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദം നടന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ കർക്കശമായ നിലപാടുകളിലൂടെ ജയരാജൻ പുറത്തേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും, ഞാൻ പറയുന്ന രീതിയിലൂടെ തന്നെ പാർട്ടി പോകണം എന്നുള്ള ഒരു നിലപാടുമായി, അതായത് പിണറായി വിജയനെ മറികടക്കുന്ന രീതിയിൽ ഈ ഗോവിന്ദൻ മാഷിന് പോകാൻ പറ്റുമോ? അല്ല, പാർട്ടി സെക്രട്ടറിക്ക് വലിയ ശക്തിയുണ്ട്, വലിയ അധികാരമുണ്ട്. ആ അധികാരത്തിലൂടെയാണ് പിണറായി വിജയൻ വളരെ സമഗ്രാധിപത്യമുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്ന് വികസിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനവും പാർട്ടിയിലുള്ള സ്വാധീനവും ഒരേപോലെ അദ്ദേഹം എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കാനായിട്ട് ഇടയായത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മുൻകാലങ്ങളിൽ പാർട്ടി സെക്രട്ടറി തന്നെ ആദ്യത്തെ കുറച്ച് നാളൊക്കെ പതുക്കെ ഇങ്ങനെ പമ്മിയൊക്കെ നിന്ന് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ പാർട്ടി സെക്രട്ടറിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് CPMൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പോയത്. പാർട്ടി സെക്രട്ടറി ഒരു ലോ ലെവൽ അല്ലെങ്കിൽ ലോ പ്രൊഫൈലായിരുന്നു അദ്ദേഹം. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. ഗോവിന്ദൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളങ്ങളുണ്ടാക്കുമെന്നല്ലാണ്ട് ഗോവിന്ദൻ ഈ പിണറായി എന്ന് പറയുന്നതായിട്ടുള്ള വലിയ ഒരു ജൈജാൻറ്റിക് ഫിഗറിനെ മറികടക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാരെങ്കിലും കരുതുന്നത് അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പെട്ടെന്ന് ഇവിടെ ഈ ഒരു സംഭവം നടക്കാൻ, അല്ലെങ്കിൽ ഇ.പി. ജയരാജൻ പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം എന്ന് പറയുന്ന കുടിപ്പകയുടെ തലങ്ങളിലേക്ക് വളർന്ന് വികസിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ, ഒന്ന്, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പാർട്ടി സെക്രട്ടറി വിഷയത്തെക്കുറിച്ച് പത്രപ്രവർത്തകരുടെ മുന്നിൽ പ്രതികരണം നടത്തുമെന്നും അതിനുശേഷം നാളെയോ മറ്റന്നാളോ ഇ.പി. ജയരാജൻ തിരിച്ച് പ്രതികരിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ 2 പ്രതികരണങ്ങളിലൂടെ ആയിരിക്കും കുറേ കൂടി നമുക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പല ഭാഗങ്ങളിലും, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, പല ഭാഗങ്ങളിലും ഈ വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട്, ഇത്തരത്തിൽ അച്ചടക്കമില്ലായ്മയുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കും. അപ്പോൾ ഈ വ്യക്തിവിരോധം തീർക്കാനായിട്ട് ഈ പാർട്ടി സമ്മേളനങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കൃത്യമായി കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, അല്ലെങ്കിൽ അത് ആ രീതിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് തടയിടാൻ, അല്ലെങ്കിൽ ഈ ഗോവിന്ദൻ്റെ നീക്കത്തെ തടയിടാൻ പാർട്ടിയിലെ നേതാക്കൾക്ക് ഇനി കഴിയുമോ? അതോ അദ്ദേഹം ഏകാധിപതിയായി മാറുമോ? അല്ല, പാർട്ടിക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളത് നല്ലതാണ്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് സമ്മേളനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, എത്രയോ നല്ല പ്രസ്താവന. പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് അപ്പുറമായിട്ട് വ്യക്തിവിരോധം തീർക്കാനായിട്ട് തന്നെയായിരിക്കും മിക്കവാറും ഈ സമ്മേളനങ്ങൾ പലരും ഉപയോഗിക്കുന്നത്. കാരണം ഈ ബ്രാഞ്ച് തലത്തിലും അതുപോലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പല സഹാക്കൾക്കുമെതിരെ, സാധാരണ സഹാക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ അവർക്കെതിരെ ആരോപണങ്ങളുണ്ട്. പലരും വലിയ കച്ചവടക്കാരായിരിക്കും ഇതിൻ്റെ അകത്തുള്ളവർ, മാഫിയകളുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായം പറയാൻ ഉയർന്നു വരുന്ന വ്യക്തിയെ ഒതുക്കുക എന്നുള്ളത് ഈ സമ്മേളന കാലത്തെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മാഫിയ സംഘത്തിനെതിരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണത്തിന് വിധേയരായിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്ന അസാധ്യമായി തീരും. കാരണം പാർട്ടിയുടെ ഈ സമ്മേളനം കഴിയുമ്പോൾ ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള ആളുകൾ പിടിമുറുക്കുകയും അവരുടെ കയ്യിൽ ഇതായിത്തീരുകയും ചെയ്യും. ബ്രാഞ്ച് അങ്ങനെയാവും, അത് കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി അങ്ങനെയാവും, പിന്നെ ഏരിയ കമ്മിറ്റി അങ്ങനെയാവും, പിന്നെ ജില്ലാ കമ്മിറ്റി അങ്ങനെയാവും. അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഇന്നത്തെ ഈ കാലത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പാർട്ടി നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ മധ്യവർഗ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് സിനിമാ മേഖലയിൽ ഉയരുണ്ടുകൂടിയ പ്രശ്നങ്ങളിൽ പാർട്ടി വ്യക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അതിലുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ മധ്യവർഗ താല്പര്യത്തിൻ്റെ സംരക്ഷണമാണ്. കേരളീയ സമൂഹത്തിൻ്റെ താല്പര്യമാണ് അത്. ശരി, കേരളീയ സമൂഹത്തിൻ്റെ താല്പര്യ സംരക്ഷണമാണ് അവിടെ നടക്കുന്നത്. അതാണ് നമ്മളെ സങ്കടപ്പെടുത്തേണ്ട ഒരു കാര്യം. കാരണം കേരളീയ സമൂഹം ഇങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനെ നേർവഴിക്ക് കൊണ്ടുവരാനോ മാതൃകാപരമായിട്ട് നയിക്കാനോ പറ്റുന്ന തരത്തിലല്ല രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നിൻ്റെയും. എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇതിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും
ഇതിന് അടിപ്പെട്ട് പോവുകയും അതിനനുസരിതമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ അവർ പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അതാണ് ഇന്ന് ഈ സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന അതിരൂക്ഷമായിട്ടുള്ള വളരെ ഡീജനറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിത്തറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം എത്രയോ മോശമായ സ്വഭാവമാണ് അവിടെ നിലനിൽക്കുന്നത്. ആളുകളൊക്കെ എങ്ങനെ എത്ര പൊയ്ക്കാലികളായിരുന്നു എന്നുള്ളത് അല്ലേ, ഇവരുടെയൊക്കെ കാല് ഏണ്ട് ചെളിക്കെട്ടുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് എന്ന് തെളിക്കപ്പെടുകയും ഈ ആകാശ നക്ഷത്രങ്ങളെന്ന് പറയുന്ന കരിക്കെട്ടുകളാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഡിജനറേഷനാണ് അല്ലെങ്കിൽ ജീർണതയാണ്. അത് CPM നല്ല തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരു നേതാവുമായി നടത്തിയതിൻ്റെ പുറത്ത് അല്ല അതിൻ്റെ പേരിൽ ഈ EP ജയരാജനെ പുറത്താക്കിയാൽ അത് തെറ്റായ ഒരു സന്ദേശമല്ലേ അണികൾക്ക് നൽകുക? അതായത് BJP വിചാരിച്ചാൽ നിങ്ങളുടെ അതായത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അല്ലെ LDFൻ്റെ കൺവീനറെ പോലും വല വീശി പിടിക്കാൻ കഴിയുന്ന അത്ര കപ്പാസിറ്റി ഇന്ന് കേരളത്തിലെ BJPക്കുണ്ട്. അത് ഒരു നല്ല സന്ദേശമാണോ CPM അണികൾക്ക് നൽകുക? അല്ല, CPM പരാജയപ്പെട്ടതിൻ്റെ ഒരു മെസ്സേജായിട്ടായിരിക്കും ആ പുറത്തേക്ക് വരുന്നത്. കാരണം CPMനെ ശരിക്കും പരിക്കേൽപ്പിക്കാനായിട്ട് BJPക്ക് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ BJP ഉണ്ടാക്കി വെച്ച കെണിയിൽ CPM പെട്ടുപോയിരിക്കുന്നു എന്നതായിരിക്കും അതിൻ്റെ ഒരു വായന, ഒരു രാഷ്ട്രീയ വായന. അതാണ് അതിന് CPM നിന്നുകൊടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം എന്ന്. നടപടിക്കൊരു കാരണം വേണമല്ലോ. ആ കാരണം എന്താണെന്ന് പറയും. അതിതാണ് എന്ന് പറഞ്ഞാൽ അത് CPMൻ്റെ വലിയ പരാജയത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ നടപടി അപ്രസക്തം, അസംബന്ധവുമാണ്. രണ്ട്, ഇനി അങ്ങനെ കണ്ടത് കച്ചവടത്തിനായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും BJP വെച്ച കെണിയിൽ CPM വീണു എന്ന് തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ BJPക്ക് CPMൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും അവർക്കനുസരിച്ച് മാറ്റിയെടുക്കാനും കഴിയും എന്ന സന്ദേശം വരുന്നുണ്ട്. അത് വളരെ മോശമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMന്. അപ്പോൾ അതുകൊണ്ട് അതാകാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്താണ് പുറത്തേക്ക് പറയുന്ന കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറേ കഴിഞ്ഞേ പറ്റുകയുള്ളൂ. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം വരട്ടെ. അതൊരു ഔദ്യോഗിക വിശദീകരണത്തിന് ശേഷം മാത്രമാണ് എന്താണ് ഇതെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെയാണ് ഔദ്യോഗിക വിശദീകരണം നടത്തുന്നതെങ്കിൽ അത് BJPയുടെ വിജയം മാത്രം ആഘോഷിക്കാൻ സഹായിക്കുന്നതായി തീരും. കാത്തിരിക്കാൻ തരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.